ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടേക്കാണ്. മിക്സ് ആക്കിട്ട് എന്ത് എന്റെ അടുത്ത് കേറ്റാത്ത എന്റെ സാറ് ഇത് എന്താണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്താണല്ലോ വെച്ചേക്കണ. ആ വേസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ചാണല്ലോ, നിങ്ങളെല്ലാം കൂടെ ഒരു വണ്ടിയിലല്ലേ കൊണ്ടുപോണേ. സാറേ അങ്ങനെയല്ല, ഇത് രണ്ടും വേർതിരിച്ച് വെക്കണോന്ന് ഇവിടുത്തെ ചേച്ചിക്ക് ഞാൻ എപ്പോഴേ കാണിച്ചു കൊടുത്തേക്കണാണ്. ഇപ്പൊ ഇവിടെ ചേച്ചി ഒന്നുമില്ല. എന്നാ നിങ്ങൾ ഈ കാശ് പിടിക്ക്. അതങ്ങനെ വേർതിരിക്കാനാണ് ഈ കാശ് തരണം. ഓസിലൊന്നും അല്ലല്ലോ സാർ. ഇങ്ങനെ കാശ് പിടിച്ചോണ്ട് ഇന്നാലും അതിങ്ങനെ വേർതിരിയൊന്നുമില്ല. ആരെങ്കിലും കൈയിട്ട് മാറ്റിയെടുക്കണം. അതിനാണല്ലോ കയ്യിൽ ഗ്ലൗസ് കിടക്കുന്നത്. അതാണല്ലോ നിങ്ങളുടെ ജോലി. എന്റെ സാറേ അത് ഞങ്ങളുടെ ജോലിയല്ല. ഞങ്ങൾ എല്ലാ വീട്ടിലും നടന്ന് ഈ വേസ്റ്റ് പെറുക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എല്ലാ വീട്ടിലും നിന്ന് ഇങ്ങനെ വേർതിരിക്കാനുള്ള സമയമുണ്ടോ ഞങ്ങൾക്ക്? നിങ്ങൾക്ക് ഈ ജോലി ചെയ്യാൻ പറ്റൂലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾ കൗൺസിലറിന്റെ അടുത്ത് പറ, സുഖത്തിന്റെ അടുത്ത് പറയാം നിങ്ങൾക്ക് ഇത് പറ്റില്ലാന്ന്. കൗൺസിലർ തന്നെ ഞങ്ങളോട് പറഞ്ഞേക്കണേ ഇത് വേർതിരിച്ച് വെച്ചിട്ട് എടുത്തോണ്ട് വന്നാൽ മതിന്ന്. ആ അത് ശരി. അപ്പൊ കൗൺസിലർ പറഞ്ഞ കൗൺസിലറിന് ഇലക്ഷൻ ആകുമ്പോൾ വോട്ട് ചോദിച്ചു വരട്ടെ. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് കാണിച്ചു കൊടുക്കാം. അതിപ്പോ സാർ എന്ത് ചെയ്യണം? സാറ് വോട്ടിന്റെ എവിടെയെങ്കിലും ടൂർ പോകും, അത്രല്ലേ ഉള്ളൂ. ഞാൻ ടൂർ പോണെങ്കിൽ ഞാൻ അധ്വാനിക്കുന്ന നിങ്ങളുടെ കാശിലാണ് ടൂർ പോണത്. അല്ല നിന്റെ വീട്ടിൽ നിന്ന് ചെലവാക്കിയിട്ടാണ് പോണത്. അല്ലല്ലോ നിങ്ങൾ വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യണം. അതിനാണ് നിന്നെയൊക്കെ ഈ ജോലിക്ക് ഏൽപ്പിച്ചേക്കണത്. അതിന് ഞങ്ങളുടെ കമ്മീഷനും തരണം, ടിപ്പും തരണുണ്ട്. പിന്നെ നിങ്ങൾ കാശ് തരണുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും പോലെ ഒന്നും ജോലി എടുക്കാൻ പറ്റില്ല. ആ ജോലി എടുക്കാൻ പറ്റില്ല. നീ എഴുതിത്താ. നീ നിന്റെ ഡൂക്കിൽ കൗൺസിലർ പറയണത് കേട്ടാ മതി. ഈ കൗൺസിലറിന് മേളിൽ വേറെ ആളുണ്ട്, MLA ഉണ്ട്. MLA മന്ത്രിയെ കൊണ്ട് വേസ്റ്റ് എടുപ്പിക്കും. ഈ വേസ്റ്റ് നിന്നെ കൊണ്ട് ഞാൻ എടുപ്പിക്കും. നിനക്ക് എന്നെ അറിഞ്ഞൂടാ. എന്ത് കാണാൻ കാണാന്നല്ല, നിനക്ക് എന്നെ അറിഞ്ഞൂടാ. നീ പെണ്ണായി പോയില്ലെങ്കിൽ നിന്നെയൊക്കെ തൊട്ടാട്ടല്ല, പിന്നെ അത് വേറെ കേസോ. കാണിച്ചു നിന്റെ തൊണ്ടയായി വേസ്റ്റ്. ഇതുപോലെ രണ്ടവളുമാരെ നിനക്ക് നിർത്തണവനാണ് ഞാൻ. എന്റെ അടുത്താണ് അവളെയൊക്കെ കളി. ഇക്കിപ്പോ ആ കായ് കിട്ടിയാലേ ഇവിടെ സാധനങ്ങൾ മേടിച്ചു വെക്കാൻ പറ്റുള്ളൂ. ആ പറയണ ഞാന്. ആ ആയിക്കോട്ടെ. ഒരു മഞ്ചെടുത്തേ. ആ എന്നാ ശരി ശരി. ആ എന്താപ്പോ എവിടുന്നാ വരണേ? എവിടുന്ന് വരുന്ന? വീട്ടിൽ നിന്ന് പറ്റി. അല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ടുണ്ടേ. അത് മകന്റെ കുട്ടിയുടെ ബർത്ത്ഡേ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. കിലോ തക്കാളി, പിന്നെ 1 കിലോ സവാള, 1/2 കിലോ പഞ്ചസാര, പിന്നെ നിർത്തിയിട്ട് പറയടാ, നല്ല എനിക്ക് ശ്വാസം കിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ പിന്നെ നേതാക്കന്മാരാണ് നമ്മുടെ നാട് നന്നാക്കാൻ വേണ്ടി ഏറ്റവും മുൻനിരയിൽ വരേണ്ടത്. നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടുത്തെ മോനെ മോനെ എടാ മോനെ, അനക്ക് വീട്ടിൽ നിന്ന് സാധനം മേടിക്കാൻ വരുമ്പോ ഒരു തുണിസഞ്ചി എടുത്ത് കയ്യിൽ വെച്ചൂടെ? ഈ പ്ലാസ്റ്റിക് കവർ എത്രയെന്ന് വെച്ചാൽ വീട്ടിൽ കൊണ്ട് കുന്നുകൂട്ടണ നിങ്ങള്. ചേട്ടൻ പറയണൊക്കെ ശരിയാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അല്ലെങ്കിൽ നമ്മുടെ ദാമോറിന്റെ മോനല്ലേ ഈ? ഇവിടുന്ന് വീട്ടിലേക്ക് 5 മിനിറ്റ് അല്ലേ ഉള്ളൂ. അതൊക്കെ നടന്നിട്ട് ഓടിയിട്ട് പോയി എടുത്തു വന്നൂടെ? ഈ നടക്കണത് ആരോഗ്യത്തിന് നല്ലതല്ലേ മോനെ? ഞാൻ അങ്ങോട്ട് കൊടുത്തേ. അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് മൈദൂനേ നിന്റെ വീട്ടിൽ പോയിട്ട് ഒരു തുണിസഞ്ചി എടുത്തോണ്ട് വരാൻ വേണ്ടി പറ. ആര്? ഞാനോ? പിന്നല്ലാതെ താനല്ലേ ഇപ്പൊ പറഞ്ഞത് നടക്കണ ഏറ്റവും നല്ലതാണെന്ന്. സുമേഷ് ചേട്ടാ, അതെന്തിനാ നിങ്ങൾ താഴ്ത്തിട്ട്? പിന്നെ ഞാനിവിടെ കൊണ്ടിടൂ. ആ മുട്ടായി തന്ന കടലാസ് അത് പ്ലാസ്റ്റിക് ആണ്. അത് താഴ്ത്തിടരുത്. അതിനാണ് ഇവിടെ ഒരു വേസ്റ്റ് ബിൻ വെച്ചിരിക്കുന്നത്. കോയ അതിന്റെ സുമേഷ് ചേട്ടാ, നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിലെ ആദ്യത്തെ മാലിന്യമുക്ത വാർഡ് നമ്മുടെ വാർഡായിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് മണ്ടോദരിയുടെ നേതൃത്വത്തിലെ കുടുംബശ്രീയിലെ സ്ത്രീകള് വീട് വീടാന്തരം കയറി പ്ലാസ്റ്റിക്കുകളൊക്കെ സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്. റോട്ടിലും വഴിയിലും മണ്ണിലൊക്കെ പെടാതിരിക്കാൻ, പ്രകൃതി രക്ഷിക്കാൻ. ആ മണ്ടോദരി എങ്ങാനും ഇത് അറിഞ്ഞാൽ നിങ്ങളെ എടുത്തിട്ട് ഈ വേസ്റ്റിനിലിട്ട്. അതുമല്ല, ഇന്ന് മന്മഥനായിട്ട് വലിയ കച്ചറ കഴിഞ്ഞ് നിൽക്കവള്. വേസ്റ്റ് എടുക്കണതിന്റെ പേരിൽ ഭയങ്കര വാഗ്വാദം നടന്നിക്കണാടോ. സ്ത്രീകളെ ഞാൻ ബഹുമാനിക്കുന്നതുകൊണ്ട് ഞാൻ എടുത്ത് അങ്ങോട്ട് ഇട്ടേക്കാം. പോരെ മോണിടാ, എടുത്ത് അങ്ങോട്ട് ഇട്ടേ. ഞാനെല്ലാം നിങ്ങൾ കണ്ട ചെയ്യൂല. എന്തായാലും നിങ്ങളൊരു തല്ലൊഴിവായിട്ടോ. നിങ്ങൾക്കുള്ളൊരു തല്ലൊഴിവായി പറയാം. സുമേഷ് ചേട്ടനെ തല്ല ഒഴിവായിട്ടുള്ളൂ. തല്ല് കിട്ടേണ്ട നിങ്ങൾ വ്യാപാരികൾക്കാ.
നിങ്ങളാണ് ഈ പ്ലാസ്റ്റിക് മുഴുവൻ നാട്ടുകാർക്ക് വിതരണം ചെയ്യണത് അല്ലേ? ഈ നാട് മലിമസാക്കണ നിങ്ങളല്ലേ? ജാതി സാധനങ്ങൾ മുഴുവൻ ഇറങ്ങുന്നത് ഇതാ പ്ലാസ്റ്റിക് കവറിലാണ്. ഇതൊക്കെ പാടെ ഇറക്കാനുള്ള അനുമതി അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ ഇത് ഇവിടെ വരുമ്പോ ഞങ്ങൾ കച്ചവടം ചെയ്യരുത് പറഞ്ഞാൽ ഇത് എവിടുത്തെ ന്യായാണിത്? മനുഷ്യനോട് സത്യേട്ടാ ആ നിങ്ങൾ എന്താണ് സത്യേട്ടാ എന്നത് കാണുന്ന രണ്ട് പ്ലാസ്റ്റിക്കിന്റെ പ്ലാസ്റ്റിക് വളപ്പിലിട്ട് കത്തിച്ചൂടാന്ന് ഞാൻ കുറെ വിട്ട പറഞ്ഞിട്ട് എത്തിയേട്ടാ. അതിപ്പോ നോക്കണ്ട, ഇപ്പൊ അതിനകത്തൊന്നുമില്ല. ഒരു 2 മിച്ചറിന്റെ കവറും പിന്നെ പേപ്പറാണ്. ഈ ചുരുട്ടി കടലിലെ പേപ്പറാണ്. എന്റെ സത്യേട്ടാ ഇതിന്റെ സൂക്കേട് വരും നമുക്കാന്ന്. എന്ത് സൂക്കട്? പ്ലാസ്റ്റിക് കത്തിച്ച സൂക്കേടാന്ന്. എടാ പ്ലാസ്റ്റിക് കത്തിച്ച സൂക്കടാ നിന്നോട് ആരാ പറഞ്ഞത്? തലമണ്ടിൽ വിവരമില്ലൊരിക്കൽ എല്ലാം അറിയുന്ന കാര്യമാണ്. നക്കിത്തിരി വിവരെല്ലാം കൂട്ടിക്കഴിഞ്ഞു. അല്ല എന്താ അതിന് സമാധാനം പറഞ്ഞു പറ. ഞാനൊരു പ്രായമുള്ളൊരു മനുഷ്യനാന്ന് പറഞ്ഞാൽ ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. ഞാൻ എന്റെ വളപ്പിലടി ഏക്കർ കണക്കിന് സ്ഥലമല്ലടാ എനിക്ക്. നിങ്ങൾ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെ പോരാ. ഏക്ക രണ്ട് വർത്താനം പറയാട്ട് പറഞ്ഞോ എന്റെ വീട്ടിലിട്ട് എന്താണ് ഒരു കാര്യം ഞാൻ പറയാം. വളപ്പിലിട്ടിട്ട് പ്ലാസ്റ്റിക് കത്തിച്ച നിനക്ക് എന്താണ് കുഴപ്പം? എന്താ കുഴപ്പം? നിങ്ങളുടെ പ്ലാസ്റ്റിക് ഒരു കാര്യം മനസ്സിലാക്കുക. അതായത് സ്ഥലമില്ലാത്ത ആളുകൾക്ക് ഇത് കൂട്ടി വെച്ചിട്ട് അത് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ വന്ന് എടുത്തോണ്ട് പോണത്. അത് വേണ്ട. ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. ഇക്കേപ്പടെ വേണം കെട്ട് കത്തിക്കാം. നിങ്ങൾ അഹങ്കാരം നിങ്ങൾ വീട്ടിലേക്ക് മേലെ തൊട്ടല്ല സത്യേട്ടനോട് ഒച്ച ഉണ്ണിയുടെ ശബ്ദല്ലേ? എന്താ വേണം സുമേഷേട്ടാ? എനിക്ക് എന്ത് തിരക്കാ നിങ്ങൾ ഈ പറഞ്ഞത്? മഞ്ചല്ലേ ഈ പറഞ്ഞേ? ചേട്ടാ അവിടെ ഇരിക്കട്ടോ. ഞാൻ കുട്ടികളെ വിചാരിച്ചിട്ടാണല്ലേ എന്റെ മൊയ്തുക്കാതെ കണ്ടോ അതൊന്ന് നോക്ക്. എന്താണ് പ്ലാസ്റ്റിക് വളപ്പിലിട്ട് കത്തിക്കുന്ന പുക ചത്തിക്കുന്ന നമ്മള് പ്ലാസ്റ്റിക്കോ? ഒന്നുമില്ല മൊയ്തോ. ഞാനൊരു ലേശം മിച്ചർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു 2-3 പ്ലാസ്റ്റിക് അതിൽ കിടക്കുന്നുണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് അത് പറഞ്ഞു. ഉത്തരവുള്ളൂ. പറഞ്ഞില്ലേ അതെന്തിനാ കത്തിക്കണത്? അല്ല അത് പിന്നെ ഈ ചുരുട്ടി മടക്കിയിട്ടുള്ള പിന്നെ കടലാസൊക്കെയാണ്. അതിനല്ലേ കുടുംബശ്രീന്ന് സ്ത്രീകൾ വരുന്നത്. നമ്മുടെ മണ്ടോദരി പെണ്ണുങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അവരെല്ലാം കൊടുത്തയച്ചാ പോരെ? അത് പറ്റില്ല. 50 ഉറുപ്പിയുടെ പരിപാടിയുള്ളൂ. അത് കൊടുത്താ വരുന്ന വേസ്റ്റായിട്ട് പോയി കിട്ടില്ലേ? എന്റെ വീട്ടിലുണ്ടാവുന്ന മാലിന്യങ്ങൾ മുഴുവനെ എന്റെ വീട്ടിൽ തന്നെ സംസ്കരിക്കണം എന്നുള്ള പോളിസിക്കാരനാണ് ഞാൻ. ഒരു കാര്യം പറയട്ടെ, ഈ പ്ലാസ്റ്റിക് കത്തിച്ചു കഴിഞ്ഞാൽ അത് ക്യാൻസറിന് കാരണമാവും. ഇവിടെ ഉണ്ണിന്റെ വീട്ടിൽ 3 ചെറിയ കുട്ടികളുള്ളതാ. അവരൊക്കെ ഈ ശ്വാസകോശത്തിലേക്ക് ഇതാണ് പോവുക. അത് ശ്രദ്ധിക്കണ്ടേ? ഈ അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളല്ലേ? അല്ലേ? ഈ നാട്ടിലെ ആളുകൾക്ക് മുഴുവനെ ക്യാൻസർ വരുന്നത് ഈ പ്ലാസ്റ്റിക്കിന്റെ ശ്വസിച്ചിട്ടാ? എല്ലാവർക്കും അങ്ങനെയല്ല. പ്ലാസ്റ്റിക് അത് അതിനൊരു കാരണല്ലേ? കാരണമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ നഗരസഭ ഓരോന്ന് ചെയ്തു വെക്കുമ്പോ അതിനനുസരിച്ച് സഹകരിക്കും. നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആളൊക്കെ തന്നെയാണ്. അതിന് വേറെ പ്രശ്നങ്ങളില്ല. പക്ഷെ ഞാൻ എന്റെ വളപ്പിലിട്ടിട്ടാണ് കത്തിക്കുന്നത്. കത്തിക്കാൻ പാടില്ല. ഏക്കർ കണക്കിന് സ്ഥലം കത്തിക്കുന്നെങ്കിൽ കത്തി ഇങ്ങോട്ട് പുക വരാൻ പാടില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇന്നെ വന്ന് തിരുത്തുന്നതിന് പകരം നിങ്ങൾ ഈ കോഴി വേസ്റ്റും അതുപോലെ ഹോട്ടലിലെ വേസ്റ്റും ഒക്കെ ചാക്കിൽ കെട്ടിയിട്ട് റോഡ് സൈഡിൽ കൊണ്ടുപോയി തള്ളില്ല കുറെ കള്ളന്മാര്. അവരെ പോയിട്ട് നന്നാക്കാം. അവര് ചെയ്ത പോലെ നിങ്ങൾ ചെയ്യാന്നാണോ അതിന്റെ അർത്ഥം? 2-3 ഏക്കറുണ്ട് ഈ സ്ഥലം. പിന്നെ അതിൽ കത്തിച്ചെന്താ കുഴപ്പം? സത്യത്തിൽ ശാന്തമായിട്ട് കേൾക്കി. ഈ പ്ലാസ്റ്റിക് കത്തിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ ആൾക്കാർക്കും ദോഷമാണ്. അതെന്താ മനസ്സിലാക്കാത്ത? ഒരു ദോഷമില്ല. എന്താണ് ഈ മനസ്സിലാവാത്തൊരു സാധനം തട്ടിപ്പ് പരിപാടി. എടാ ഈ വർഷത്തെ ഏറ്റവും മികച്ച പരിസ്ഥിതി പ്രവർത്തകനുള്ള സംസ്ഥാന അവാർഡ് മൊയ്തൂരാണ് കിട്ടിയിരിക്കുന്നത്. ഇത്രയും പ്രമുഖരായ വ്യക്തികൾ ഇവിടെ വന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റിയിട്ടല്ലോ.
പറഞ്ഞ അനുസരിച്ചിട്ടല്ലോ. കള്ളനായെ ഞാൻ ആ കുട്ടികളെ വിചാരിച്ചിട്ടാണ് എന്നെ തല്ലാത്തത്. മനസ്സിലായി? തല്ലിഞ്ഞ് കിട്ടിയേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ ഇനി പോവാ വടി എടുത്ത് കൊടുത്തിട്ട് ഞാൻ ഒരു കാര്യം പറയാ, എലി പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കാൻ പോലീസ് സ്റ്റേഷൻ ഒരു കംപ്ലൈന്റ് കൊടുക്കും. ഇതുവരെ ഞാൻ ചെയ്തിട്ടാ. അന്നഞ്ച് കൊണ്ടേ കൊടുക്കണോ ഏടെ പോന്ന് പേടിച്ചിട്ട് പേടിച്ചിട്ടല്ല നായേ. ആ ഞാൻ ഈ ജംഗ്ഷനിൽ കടയിലുണ്ട്. നീ ഏതെങ്കിലും ഒരു വണ്ടിയും വിളിച്ചിട്ട് ഇങ്ങോട്ട് വാ. എടാ കുന്ന് കണ്ടാപ്പ ആർക്കറിയാൻ പറ്റുമോ അതിൽ എത്ര ലോഡ് മണ്ണ് കിട്ടുമെന്ന്? 10 പെറ്റാളോട് മുക്കാൻ പറയണ എന്തിനാടാ? എനിക്കറിയാം, നിങ്ങൾ പോര്. ആ വിളിച്ചാ മതി. ശരി ഓ. എന്താ പ്യാരി മുതലാളി? മുതലാളി ജീവിച്ചു പോയിക്കോട്ടെ സുധേട്ടാ. ഇരിക്ക്. നമുക്ക് കൊടുത്തിട്ട് കുറെ സ്ഥലം കൂടി പോണം. ഓഹോ, എന്താ പരിപാടി? എന്താണ്? നമ്മുടെ മൊയ്തുവിനെ പരിസ്ഥിതി പ്രവർത്തനത്തിന് സംസ്ഥാന അവാർഡ് മേടിച്ചല്ലോ. അറിഞ്ഞ അപ്പൊ അത് നമ്മുടെ നഗരസഭയ്ക്ക് ഒരു അഭിമാനമാണ്. ഓ അപ്പൊ നമ്മുടെ വാർഡുകാരനും കൂടിയാണല്ലോ. അതെ. അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ടൊരു സ്വീകരണം കൊടുക്കാനുള്ള പരിപാടിയാണ്. സൂതേട്ടനെ അറിയാല്ല, ഞാൻ ആ ജോസഫേട്ടന്റെ പാടം നേരത്താൻ കരാറെടുത്തിട്ട് 2 വർഷമായി. ഞാൻ എവിടെന്നെങ്കിലും മണ്ണും കൊണ്ടുവന്നിട്ട് അവിടെ ഇടാൻ നോക്കുമ്പോ ഇവൻ നെഞ്ചും പിരിച്ചിട്ട് അതിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. എനിക്കറിയാൻ പാടില്ലാണ്ടല്ല ആ JCB ഒന്ന് കയറ്റി കൊടുക്കുന്ന പറഞ്ഞ ഞാൻ കണ്ണ് കാണിച്ചാൽ അവൻ ചതഞ്ഞരയും. ഞാനത് പഠിച്ചിട്ടില്ല. അങ്ങനെ ഒരിക്കലും പറയാം. ഞാൻ ഇപ്പൊ പെയിന്റിന്റെ വണ്ടി എടുക്കുന്നത്. ഇപ്പൊ ഓരോരാൾക്ക് ഓരോ പണിയുണ്ട്. നിങ്ങൾ ഇന്ന് JCB മണ്ണിടിക്കുന്ന കാര്യം ചെയ്യുന്നത്. മൊയ്തൂനി പരിസ്ഥിതി പണി. പരിസ്ഥിതി പണി എന്ന് പറഞ്ഞാൽ ഞാൻ അരി മേടിക്കണ ഇതുകൊണ്ടാണ്. ഞാൻ പണിയെടുക്കണ കാശുകൊണ്ട് അവന് സ്വീകരണം കൊടുക്കണ്ടെന്നേ. നിങ്ങൾ കൊടുത്തോ, ഞാൻ എതിരല്ല. ഞാൻ ഇങ്ങനെ ഒരു പിരിവായിട്ട് വരുമ്പോ തരാൻ പറ്റില്ലെങ്കിൽ ഞാനും എല്ലാ സംവിധാനത്തോടുകൂടി നമുക്ക് ഈ സ്വീകരണം നടത്തണം. അതിനാണ് അപ്പൊ നിങ്ങൾ പിരിക്കണ്ട, അതിന്റെ മുഴുവൻ ചെലവും ഞാൻ വഹിക്കാം. ആ പരിപാടി ഞാൻ സ്പോൺസർ ചെയ്യാന്ന്. തന്നെ പോടാ കഴുത. അങ്ങനെ കളിയാക്കല്ലേ പ്യാരി മുതലാളി. നമ്മള് അങ്ങനെ പറഞ്ഞു മാത്രം. ചെറിയ എന്തെങ്കിലും സംഭവം എന്നായി. സുധേട്ടാ കളിയാക്കിയല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്. സുധേട്ടൻ ഇങ്ങോട്ട് വന്നേ. വാ. നീ ഇതെങ്ങടെ എന്നെ വിളിക്കുമ്പോ അവിടെ നിൽക്ക്. ഒരുപാട് സ്ഥലത്ത് പിരിക്കാനുള്ള കാര്യം എന്താ പറയാ? അതെ, സൂതേട്ടൻ ഈ പരിപാടി ഗംഭീരമായാ പോരെ? അതിനാണല്ലോ ഈ ബുദ്ധിമുട്ട്. ഇത്രയും സീനിയർ സൂതേട്ടൻ ഈ പിരിവിന് ഇപ്പൊ നടക്കേണ്ട കാര്യമില്ല ഈ ചെറിയ പരിപാടിക്ക്. അതാ ജോസഫേട്ടന്റെ പാടം നേരത്തെ ഞാൻ കരാറെടുത്ത കാര്യം സുധേട്ടൻ അറിയാല. 2-3 പാത്രം ഞാൻ അതിന് ശ്രമിച്ചതാണ്. അപ്പൊ ഇവൻ വന്നിട്ടാണ് അതിന് തടസ്സപ്പെടുത്തണത്. ഞാനതൊന്ന് ഈ ആഴ്ച നികത്താം. സൂതേട്ടൻ ഇടപെട്ടിട്ട് അവനൊന്നും അങ്ങോട്ട് വരാതെ ഒന്ന് ബ്ലോക്ക് ചെയ്താൽ മതി. അല്ല അതിപ്പോ സൂതേട്ടനും ഗുണമുണ്ടാവും. ആന്നേ നോട്ടീസ് നമുക്ക് നടത്താം ഉണ്ണി, ധൈര്യമായിട്ടിരിക്കേ. സംഭവം ഗംഭീരമായിട്ട് ഞാൻ നടത്താം. സുധേരൻ ഇതിലൊന്ന് ഇടപെട്ടാൽ മതി. അല്ല, ഏറ്റവും നല്ല പരിസ്ഥിതി പ്രവർത്തകന് ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിട്ടാണല്ലോ. ആ പിന്നെ സ്വീകരണം കൊടുക്കുന്ന ചടങ്ങാവുമ്പോ പിരിവ് നിർത്തിക്കോന്ന്. പിരിവ് നിർത്താൻ പറ്റില്ല. പിരിവ് പെട്ടെന്ന് നിർത്തിയവരൊക്കെ സംശയിക്കും. എന്നാ പിരിച്ചു തിന്നോ, ഇത് ഞാൻ നടത്തിക്കോളാം. ഉണ്ണേ, അതെ എന്നെ കണ്ടോളാം. തന്നോളാം, ഞാൻ തന്നോളാം. ഓക്കെ. ഹലോ, എന്താടാ നമ്മള് പൊളിക്കാൻ നിർത്തിയ മലയുടെ മുകളിൽ ഒരുത്തൻ കയറി ഇരിക്കണതാ? ദേവരനെയാ?